വന്നിരിക്കുന്നത് ചെമ്മീൻ മുരിങ്ങക്കായ തേങ്ങ വറുത്തരച്ച തനി നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, നമ്മുടെ കപ്പയുടെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കണം. ഒരു ചട്ടിയിലേക്ക് അരമുറി തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 4 ചെറിയ ഉള്ളി, അത്യാവശ്യം കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ കരിഞ്ഞു പോവരുത്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തേങ്ങ തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പൊട്ടി വന്നാൽ ഞാൻ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി സവാളയുടെ കളറൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാളയുടെ കളർ മാറി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നാക്കി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ല കുറഞ്ഞ എരിവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 20 സെക്കൻഡ് കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് ഒരു ചെറിയ പുളി, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി പിഴിഞ്ഞെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി അധികമായി പോണ്ട, കുറച്ച് മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയ്ക്കും വെള്ളം ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 മുരിങ്ങക്കായ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങക്കായ വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നാൽ 4 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉള്ളിയുടെ കളർ മാറി വന്നാൽ നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം കറി തുറക്കുന്ന സമയത്ത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കറിക്ക്. സൂപ്പർ സ്മെല്ലാണ്. തേങ്ങ വറുത്തരച്ചതിൻ്റെയും നമ്മൾ ഈ വറവ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.